നമസ്കാരം പ്രിയപ്പെട്ടവരെ, ജ്യോതിഷ വിശ്വാസികളായ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാം ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്നത് വെറുമൊരു സാധാരണ രാശിഫലമോ നിത്യേനയുള്ള പ്രവചനങ്ങളോ അല്ല, മറിച്ച് ജ്യോതിഷശാസ്ത്രത്തിലെ ഏറ്റവും മഹത്തരമായ അത്യപൂർവമായ അഷ്ടമംഗല പ്രശ്നചിന്ത എന്ന പരമപാവനമായ കർമ്മത്തിലൂടെ തെളിഞ്ഞു വന്ന വലിയൊരു ഈശ്വര നിയോഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും വഴിമുട്ടി നിൽക്കാറുണ്ട്. എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ മാനസികമായി തകർന്നു പോകുന്ന നിമിഷങ്ങൾ. അത്തരം സങ്കീർണമായ സാഹചര്യങ്ങൾ സാധാരണ പ്രശ്നചിന്തകൾക്കപ്പുറം പ്രപഞ്ചനാഥൻ്റെ കൃത്യമായ വഴിനടത്തൽ എന്താണെന്ന് അറിയാൻ പണ്ടുകാലം മുതൽക്കേ ആചാര്യന്മാർ അവലംബിച്ചിരുന്ന രീതിയാണ് അഷ്ടമംഗല പ്രശ്നം. ദൈവികമായ 8 ശുഭവസ്തുക്കൾ, അതായത് നെയ്വിളക്ക്, വാൽക്കണ്ണാടി, സ്വർണം, പാൽ, പഴം, തൈര്, ഗ്രന്ഥം, വെളുത്ത ശുഭവസ്ത്രം എന്നിവ പൂജ വെച്ച് ദക്ഷിണമൂർത്തിയെയും പ്രപഞ്ചശക്തിയെയും ധ്യാനിച്ച് ചെയ്യുന്ന അതിപാവനമായ കർമ്മമാണിത്. വളരെ അപൂർവമായി മാത്രമേ നമ്മൾ അഷ്ടമംഗല പ്രശ്നം വെക്കാറുള്ളൂ. അപ്പോൾ 3 വർഷത്തെ നീണ്ടുനിന്ന ഇടവേളയ്ക്ക് ശേഷമാണ് വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ നമ്മൾ അത് നടത്തിയത്. സാധാരണ നിലയിൽ ഒരു ജ്യോത്സ്യൻ ആരൂഢം നോക്കി കവിടി നിരത്തി പറയുന്നതിനേക്കാൾ 100 ഇരട്ടി മുന്നിൽ നിൽക്കുന്ന 100% കൃത്യതയുള്ള കാര്യങ്ങളാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വരിക. ഏതാണ്ട് 8-10 മണിക്കൂർ വരെ സമയമെടുത്ത് 5 പ്രഗത്ഭരായ ജ്യോത്സ്യരും ഒരു കുട്ടിയും ചേർന്നാണ് ഈ പ്രശ്നചിന്ത പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ തെളിയാത്തതായി ഒന്നുമില്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും സാമ്പത്തികം, തൊഴിൽ, ആരോഗ്യം, ദാമ്പത്യം, വിവാഹം, സന്താനം എന്നിവയെല്ലാം ഇതിൽ കൃത്യമായി ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജൂൺ 1 മുതൽ വരാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കോടികൾ വന്നു ചേരാനുള്ള സൗഭാഗ്യങ്ങളുടെ കവാടം തുറക്കുന്ന ഫലമാണിതിൽ കണ്ടത്. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാണ് ഈ പ്രവചനം. ഈ 10 നക്ഷത്രക്കാരുടെ ഉദാത്തമായ സൽഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി അവരുടെ ജീവിതത്തിൽ ഇതുവരെ പിടിച്ചുലച്ച ദോഷങ്ങളെക്കുറിച്ച് നമുക്കറിഞ്ഞിരിക്കണം. അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്ന ഒരു പ്രധാന കാര്യം, ഈ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും കഴിഞ്ഞ 17 വർഷങ്ങളായി അതികഠിനമായ ശത്രുദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം സുഹൃത്തുക്കളും സന്തത സഹചാരികളും പോലും നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്ന അവസ്ഥയാണ് കണ്ടത്. മറ്റു ചിലർക്കാകട്ടെ കടുത്ത നീചകർമ്മ ദോഷങ്ങളും ആഭിചാര പാദദോഷങ്ങളും ഏറ്റിട്ടുണ്ട്. സ്വന്തം ബന്ധുക്കളിൽ നിന്നും സന്തത സഹചാരികളിൽ നിന്നു പോലും ശത്രുദോഷങ്ങളും ഉണ്ടായതിനാൽ അർഹിച്ച സ്ഥാനങ്ങളിൽ എത്താൻ കഴിയാതെ പലരും പ്രതിസന്ധികളിലാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ നിരന്തരമായ വഴക്കുകളാണ്. മാനസികമായ തകർച്ച, ദാമ്പത്യ തകർച്ച, പ്രണയ പരാജയങ്ങൾ എന്നുവേണ്ട സകലമാന കാര്യങ്ങളും വൻ പരാജയമായി തീരുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം ശക്തമായ പരിഹാര കർമ്മങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കാൻ പോകുന്ന 10 നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ശത്രുദോഷങ്ങളും മറ്റ് തടസ്സങ്ങളും മാറുന്നതിനായി ജൂൺ മാസം 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ 10:30 വരെ മഹാഗണപതി ഹോമം, തുടർന്ന് അഘോര ഹോമവും നടക്കുന്നതാണ്. കൂടാതെ വ്യാഴമാറ്റ ദിവസമായ ജൂൺ 2-ാം തീയതി രാവിലെ 6:45 മുതൽ 11 മണി വരെ മഹാസുദർശന ഹോമവും ഇവിടെ നടക്കും. ഈ ഒരു അധ്യായം കാണുന്ന എല്ലാവരും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ നൽകി ഈ ശക്തിയേറിയ പൂജകളിൽ പങ്കാളിയാവുക. പൂജ നടക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുക. ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊപ്പം അദൃശ്യമായി നിൽക്കുന്ന ദുഷ്ടശക്തികൾ ദൂരേക്ക് അകന്നു പോകട്ടെ. അതോടൊപ്പം തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. ഇനി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഇതിലാദ്യം തന്നെ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. കഴിഞ്ഞ 10-18 വർഷക്കാലമായി പൂരുരുട്ടാതി നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ഹൃദയവേദനകളിൽ നിന്നും കടുത്ത മാനസിക സംഘർഷങ്ങളിൽ നിന്നും പൂർണ്ണമായ മോചനമാണ് കാണുന്നത്. സാമ്പത്തികം, സൗഭാഗ്യം, തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. ആലങ്കാരികമായി പറഞ്ഞാൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇതൊരു പുനർജന്മമാണ്. ജീവിതത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച നിമിഷങ്ങളിൽ നിന്ന് മാറി ജീവിതം ഏറ്റവും പോസിറ്റീവ് മാറുന്ന വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഇവർ
ഇവർ കയറാൻ പോവുകയാണ്. മുൻപുണ്ടായ ദാമ്പത്യ പരാജയങ്ങളിൽ നിന്നും ഡിവോഴ്സ് കേസുകളിൽ ഉണ്ടായ മനക്ലേശങ്ങളിൽ നിന്നും ഇല്ലാതാവുകയും സാമ്പത്തികമായി നാം നേരത്തെ പരാമർശിച്ചതുപോലെ വൻ നേട്ടങ്ങളുമാണ് കടന്നു വരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ കർമ്മഫലം തന്നെയാണ്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഇത് നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. നിധിയോഗം പോലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയാണ്. ഇനി രണ്ടാമതായി നമുക്കിവിടെ കാണാൻ സാധിച്ച നക്ഷത്രമാണ് രേവതി. സാമ്പത്തിക സമൃദ്ധിക്കും ഐശ്വര്യത്തിലേക്കും കുതിച്ചുയരുന്ന നക്ഷത്രമാണ് രേവതി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാലക്ഷ്മി കടന്നു വരികയാണ്. സംഭവിക്കാൻ പോകുന്നത് വിവാഹ തടസ്സങ്ങൾ പൂർണ്ണമായി മാറും. തൊഴിൽ മേഖലയിൽ വലിയ ഉയർച്ചയുണ്ടാകും. സാമ്പത്തിക വിഷമതകൾ അവസാനിക്കും. ബിസിനസ്സുകൾക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഏറ്റവും അനുകൂലമായ സമയമാണിത്. യാതൊരുവിധ ശരീരദോഷങ്ങളും ഈ ഒരു സമയത്ത് ബാധിക്കില്ല. വെറും 41 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത വിധം ശക്തമായ സാമ്പത്തിക ഭദ്രത കൈവരും. ഭവനയോഗം, വാഹനയോഗം, സന്താന സൗഭാഗ്യം ഇവയെല്ലാം കാണുന്നു. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി വലിയ ധനമോ നിധിയോ ലഭിക്കാനുള്ള വലിയ യോഗമാണ് കാണുന്നത്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകളെല്ലാം ഇനി മറന്നേക്കുക. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. മൂന്നാമതായി വരുന്നത് ചോതി നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിലൊരു ചോതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ആ വീടിൻ്റെ മൊത്തത്തിലുള്ള സൗഭാഗ്യമാണ് തെളിയുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയവും ഉദ്യോഗാർത്ഥികൾക്ക് സ്വദേശത്തോ വിദേശത്തോ ധാരാളം തൊഴിലവസരങ്ങളും ലഭിക്കും. ജീവിതത്തിൽ ഒരുപാട് ചതികളും വഞ്ചനകളും ഏറ്റ് കടുത്ത ഡിപ്രഷൻ അനുഭവിച്ച ചോതി നക്ഷത്രക്കാർ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് തിളങ്ങാൻ പോകുന്ന സമയം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. ജോലിസ്ഥലത്തെ കലുഷിതമായ അന്തരീക്ഷവും മനപ്രയാസവും മാറും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢവുമാവും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം ലഭിക്കും. നിങ്ങൾക്ക് നിധിയോഗം പോലും കാണുന്നു. ജീവിതത്തിൽ അത്രയേറെ സൗഭാഗ്യമാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ കഷ്ടതകളെല്ലാം അവസാനിക്കും. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഇനി നാലാമതായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങളുടെ ഒരു തേരോട്ടം തന്നെയാണ് വരുന്നത്. മഹാരുചകയോഗം, രാജഹംസയോഗം, മാളവ്യയോഗം തുടങ്ങിയ അത്യപൂർവമായ രാജയോഗങ്ങളുടെ വസന്തകാലമാണ് ഇനി വരാൻ പോകുന്നത്. കഴിഞ്ഞ 10-24 വർഷക്കാലമായി ഭരണി നക്ഷത്രക്കാർ അനുഭവിക്കാത്ത നരകയാതനകൾ ഇല്ലായിരുന്നു. പലവട്ടം ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചവരാണ്. കടബാധ്യതകൾ, ദാമ്പത്യ തകർച്ച, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, മക്കളെക്കുറിച്ചുള്ള സങ്കടങ്ങൾ എന്നിവയെല്ലാം അനുഭവിച്ച് തീർത്ത ഇവർക്കിനി സൗഭാഗ്യങ്ങളുടെ നാളുകളാണ്. നഷ്ടപ്പെട്ടു പോയ സർവ്വ ഐശ്വര്യങ്ങളും അന്തസ്സും ഇനി ഇവർ തിരികെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി അഞ്ചാമതായി വരുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു സൗഭാഗ്യകാലമാണ് ഇന്ന് രാവിലെ പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത്. സാമ്പത്തികം, ആരോഗ്യം, ജോലി, സൽസന്താന ഭാഗ്യം എന്നിവയെല്ലാം വിജയമുണ്ടാകും. രാഷ്ട്രീയ, സാമൂഹിക, കലാകായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരവും പ്രശംസയും ലഭിക്കും. ധനസൗഭാഗ്യം കടന്നു വരുന്നതിലൂടെ കടുത്ത സാമ്പത്തിക ബാധ്യതകൾ തീരും. കഴിഞ്ഞ 10-16 വർഷക്കാലമായി ബിസിനസ്സിലെ തകർച്ചകൾ, കോടതി കയറേണ്ടി വന്ന കേസുകൾ, സ്വന്തക്കാർ പോലും ഒറ്റപ്പെടുത്തിയ അവസ്ഥ ഇവ അനുഭവിച്ച അവിട്ടനാളുകാർക്ക് ജൂൺ 2-ാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നതോടെ വലിയ സാമ്പത്തിക ഭദ്രത കൈവരും. മനസ്സും ശരീരവും വിഷ്ണു ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതായത് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനി ആറാമതായി വരുന്നത് തിരുവോണം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവോണം നക്ഷത്രക്കാർ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല. നിങ്ങളെ പരിഹസിച്ചവരുടെയും ആട്ടിപ്പായ്ച്ചവരുടെയും എഴുതിത്തള്ളിയവരുടെയും മുന്നിലൂടെ തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുന്ന കാലമാണ് വരുന്നത്. സാമ്പത്തികം, തൊഴിൽ, വിവാഹം, ആരോഗ്യം എന്നീ മേഖലകളിൽ വെച്ചടി നിങ്ങൾക്കിനി കയറ്റമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുമെന്ന് ഓർമ്മിക്കുക. കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയകരമായ നേട്ടങ്ങളാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. സ്വർണ്ണപ്പണയ വായ്പകളും മറ്റു ബാധ്യതകളുമെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തീർക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനയോഗം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് പോലും നിങ്ങൾക്ക് അമൂല്യമായ വസ്തുക്കൾ ലഭിക്കും. അത്രയേറെ സൗഭാഗ്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ കാലങ്ങളായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ കാര്യം തന്നെയാണ്. ഇത് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉത്തരം തന്നെയാണ്. നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഇനി ഏഴാമതായി വരുന്നത് മകം നക്ഷത്രമാണ്. കൈപ്പേറിയ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സന്തോഷത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും ഉത്തമമായ മാതൃകയായി മകം നക്ഷത്രക്കാർ മാറാൻ പോകുന്നു. തൊഴിൽ മേഖലകളിലും ചെറുകിട ബിസിനസ്സിലും തടസ്സങ്ങൾ മാറും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വരും. പുതിയ വീട് വെക്കുവാനോ വാങ്ങുവാനോ ഉള്ള ആഗ്രഹം സഫലമാകും. വാഹനയോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും പരീക്ഷകളിലും വിജയത്തിന് യോഗമുണ്ട്. രാഷ്ട്രീയ, മാധ്യമ, സാമൂഹിക രംഗത്തുള്ളവർക്ക് ഉന്നത അംഗീകാരങ്ങൾ ലഭിക്കും.
മുടങ്ങിക്കിടന്ന വീടുപണികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി അനുയോജ്യമായ വിവാഹയോഗം വന്നു ചേരും. ഇനി അടുത്തതായി നമുക്ക് കാണാൻ സാധിച്ച നക്ഷത്രം അത്തമാണ്. അത്ത നക്ഷത്രക്കാർ വിസ്മയകരമായ മാറ്റങ്ങളാണ് വരുന്നത്. രുചക യോഗം, ഗജകേസരി യോഗം, മാളവ്യ യോഗം തുടങ്ങി പഞ്ചമ പുരുഷ യോഗങ്ങൾ ഒത്തുചേരുന്നതോടെ ഇവരുടെ ജീവിതത്തിൽ വഴിമാറും. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ പഞ്ചമഹാഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടി ഇവർക്കുണ്ട്. ദുരിതങ്ങളുടെ കെട്ടഴിയാൻ പോവുകയാണ്. ചോറ്റാനിക്കര അമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഇവർക്കുണ്ടാവും. വളരെ നാളുകളായി വിൽക്കാൻ കഴിയാതെ കിടന്ന ഭൂമി വിൽപ്പന നടക്കും. പുതിയ പുരയിടമോ ഭവനമോ വാങ്ങുന്നതിനോടൊപ്പം ലോട്ടറി ഭാഗ്യത്തിലൂടെ വലിയൊരു സൗഭാഗ്യം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും. അതായത് അപ്രതീക്ഷിത ധനയോഗം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയേറെ ഐശ്വര്യപൂർണ്ണമായ ദിനങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തതായി വരുന്നത് മകൈര്യം നക്ഷത്രമാണ്. ഏറെ കാലമായി കാത്തിരുന്ന വലിയ കാര്യങ്ങൾ മകൈര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സഫലമാകും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനയോഗമുണ്ടാവും. ബിസിനസ് രംഗത്ത് വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. വരുമാനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാവും. നിങ്ങളുടെ പേരും പെരുമയും വർദ്ധിക്കുന്ന സമയം തന്നെയാണ്. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ ഇടവരും. മാനസിക ബുദ്ധിമുട്ടുകൾ മാറി സമാധാനവും സന്തോഷവും വരും. രാഷ്ട്രീയക്കാർക്ക് ഉന്നത വ്യക്തികളുടെ സഹായങ്ങൾ ലഭിക്കും. അധികാര പദവികൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനവും പരീക്ഷ വിജയവും ഉണ്ടാവും. കാർഷിക രംഗത്തുള്ളവർക്കും ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഉള്ളവർക്കും വലിയ ഉന്നതിയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഇത്തരം ശുഭകാര്യങ്ങളിൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അറിയുമ്പോൾ നാം അതിനെ നെഗറ്റീവായി സമീപിക്കരുത്. അത് നമ്മുടെ ജീവിതത്തെ തന്നെ നെഗറ്റീവായി പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് പോസിറ്റീവായ ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അടുത്തതായി വരുന്നത് ഉത്രാട നക്ഷത്രമാണ്. ഐശ്വര്യപൂർണ്ണമായ ജീവിതത്തിലേക്ക് ഉത്രാട നാളുകാർ കടക്കുകയാണ്. സ്വന്തമായൊരു വീട് എന്ന ചിരകാല സ്വപ്നം ഈ വർഷം തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടുക്കും. സന്താന സൗഭാഗ്യവും വാഹനയോഗ്യവും ഉണ്ട്. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അവസരമുണ്ടാകും. ബുദ്ധിപൂർവമായ നിക്ഷേപങ്ങളിലൂടെ ധനസ്ഥിരത കൈവരും. ഇണക്കത്തിലല്ലായിരുന്ന ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവും. കുടുംബത്തിൽ നിരവധി മംഗളകർമ്മങ്ങൾ നടക്കും. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതിമാർക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും. ഏജൻസി, കമ്മീഷൻ വ്യാപാരം, കരാർ പണിക്കാർ എന്നിവ ചെയ്യുന്നവർക്ക് വലിയ ധനലാഭമുണ്ടാകും. ബാങ്ക് വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ സാധിക്കും. അപ്രതീക്ഷിതമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിത ധനയോഗവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഇതുവരെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരും, അതായത് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്ന ആ 10 നക്ഷത്രക്കാരുടെ അതിമഹത്തായ ഭാഗ്യ അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ ജ്യോതിഷ ഫലവും വെറുമൊരു പ്രവചനമല്ല, മറിച്ച് ഗ്രഹനിലങ്ങളുടെയും ദൈവികമായ ചൈതന്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 100% കൃത്യതയോടെ കണക്കാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജൂൺ 1-ാം തീയതി മുതൽ വരാൻ പോകുന്ന 31 ദിവസങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. പ്രിയപ്പെട്ടവരെ, നാം എന്നും ഓർക്കണം, ഈശ്വരാധീനം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ടാണ് നാം തുടക്കത്തിൽ പറഞ്ഞത്, കടുത്ത ശത്രുദോഷങ്ങളും ആഭിചാരബാധകളും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവയെ പരിഹരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ജൂൺ മാസം 2-ാം തീയതി 7-ാം തീയതിയും ഇവിടെ നടക്കുന്ന മഹാസുദർശന ഹോമത്തിലും അഘോര ഹോമത്തിലും പങ്കാളിയായി നിങ്ങളുടെ ദോഷങ്ങൾ അറുത്തുമാറ്റുക. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോവാതെ വരാൻ പോകുന്ന നല്ല നാളുകളെ പ്രതീക്ഷയോടെയും പൂർണ്ണ ഈശ്വര വിശ്വാസത്തോടുകൂടിയും വരവേൽക്കുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല ദോഷങ്ങളും അകന്നുപോട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.